ജോർജ് ജോസഫ് ഇപ്പോൾ ഒരു SI ആരിൽ നിന്നൊക്കെ ഓർഡറുകൾ എടുക്കണം എന്നുള്ളതാണ്, ആരിൽ നിന്നൊക്കെ ഉത്തരവുകൾ വാങ്ങണം എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ സംശയം വരുന്നത്. CIO DYSPO പറയുന്നത് കേട്ടാൽ പോരാ, ഇപ്പോൾ ഏരിയ സെക്രട്ടറി പറയുന്നത് അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയുടെയോ അതുപോലെയുള്ള ലോക്കൽ സെക്രട്ടറിമാരുടെയോ ഒക്കെ താല്പര്യം കൂടി നോക്കണം എന്നുള്ളതിലും കവിഞ്ഞ് ഇപ്പോൾ DYFIയുടെ മേഖലാ പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ ഭാരവാഹികളൊക്കെ പറയുന്നതും പോലീസ് കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിച്ചോണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടികൊണ്ട് താഴെ കിടക്കേണ്ടി വരുമെന്നാണോ? അത് തന്നെയാണല്ലോ ഇപ്പം സംഭവിച്ചത്. കാരണം നമുക്ക് ആ SIയുടെ വേദന നമ്മൾ കേട്ടു. കാരണം 10, 27, 28, 29 വർഷം സർവീസുള്ള ഒരു വ്യക്തിയാണ്. ഇനി 2-3 വർഷമേ സർവീസുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഞാൻ ഉച്ചയ്ക്ക് മാതൃഭൂമി കേട്ടു, ഇപ്പോഴും കേട്ടു. അവിടെ 2 കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അതിനകത്ത് ലോക്കലായിട്ടുള്ള ഓട്ടോറിക്ഷക്കാരെ ഇടപെട്ടു. അതിനകത്ത് ആ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ താമസിപ്പിച്ചു എന്ന് ആരോണമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ SI ആ കുട്ടിയെ ചേർത്ത് നീ പെട്ടെന്ന് ആശുപത്രി പൊക്കോളൂ. കാരണം 3 പോലീസുകാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ തമ്മിലുള്ള അടിയിൽ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ഇടപെട്ടു. അതിനുശേഷം കുട്ടിയെ ആശുപത്രി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ DYFIയിലുള്ള 3 പേര് വന്ന് ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അത് അവർക്കൊക്കെ ഒരു പൊതു ധാരണയുണ്ട്, കേരളത്തിൽ ഈ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർ മേധാവിത്വം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇടപെടും. അതിനകത്ത് എതിര് നിൽക്കുന്നവരെ അടിച്ചു വീഴ്ത്തും. അതുപോലെ തന്നെ ആ SIയെ അടിച്ചു വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ കർണത്തിന് ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവിടെ കുട്ടികൾ തമ്മിലുള്ള വിഷയമാണ് SI അവിടെ വന്നത്. അവർ 3 പേരെ ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ DYFI പ്രാദേശിക നേതാക്കന്മാരവിടെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തല്ലുകൊണ്ടിട്ടുണ്ട് DYFIയുടെ. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഇവിടുത്തെ ആ ഒരു SIയുടെ വാഹനത്തിനകത്ത് കയറി DYFI SFI പെൺകുട്ടി ഉൾപ്പെടെ പുറത്ത് കയറി ആ പോലീസിനെ അപമാനിക്കുന്നതും ആ പോലീസുകാരെ ഇട്ട് ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ നടപടി ശക്തമായിട്ട് എടുക്കേണ്ടതാണ്. പക്ഷേ എടുക്കാനായിട്ട് പോലീസിന് കഴിയുന്നില്ല. കാരണം ഇത് മുഖം നോക്കാതെ നടപടി എടുക്കണം. കാരണം ഗവർണർ ഇപ്പോൾ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ആ കോമ്പൗണ്ടിൽ കയറ്റില്ല എന്നങ്ങ് ഡിക്ലെയർ ചെയ്യല്ലേ. ആർക്കാണ് ഈ അധികാരമുള്ളത്? ആരാണ് ഇവരൊക്കെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് കേരളത്തിലുള്ള ഭരണനേതൃത്വത്തിലുള്ളവർ ആദ്യമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം എല്ലാ പ്രശ്നത്തിലും DYFI SFI ഇടപെട്ടിട്ട് അതൊരു വയലൻസിലേക്ക് പോകുന്ന കാഴ്ചയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ നമുക്കറിയാം ഏകദേശം നല്ലൊരു ശതമാനം ഓരോ പോലീസ് സ്റ്റേഷനിൽ 1-2 പോലീസുകാരൊക്കെ ആത്മഹത്യ ചെയ്ത് തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോയി. 191 പേരെങ്ങാണ്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അടുത്ത കാലത്ത് പോലീസിൽ നിന്ന് തന്നെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവായിട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അവസ്ഥ നോക്കണം. കാരണം ചില ആൾക്കാരൊക്കെ രാഷ്ട്രീയം കളിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ചില ശിങ്കിടികളായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിലും പൊതുവെ കേരളത്തിലെ ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട് കേരള പോലീസിന്. കാരണം നല്ല ഓഫീസേഴ്സ് ധാരാളമുണ്ട്. മതമൈത്രി ഇത് കാരണം ഈ കുറവിലങ്ങാട്ട SI തന്നെ നോക്കി അദ്ദേഹം എത്ര ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇത്രയും വർഷം സർവീസുള്ള ആളാണ്. ആ കുട്ടികളുടെ ആ പ്രശ്നത്തെ ഇടപെടുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട്. മറ്റ് പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷൻ പോലെയുള്ള അല്ല കേരളത്തിലെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ. എത്ര മാറ്റമാണ് ഇന്ത്യയിലെ കേരള പോലീസിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ അങ്ങനല്ല. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പെരുമാറ്റത്തിലും. പക്ഷേ പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെ പ്രാദേശികമായ ചില കുട്ടികളാണ്. അവിടെയാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പല പ്രശ്നം. കാരണം SFI DYFI ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പഴയ പോലെ ഒന്നും വലിയ വീര്യമൊന്നും കാണിക്കുന്നില്ല. ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും വളരെ വ്യത്യാസമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരെ തല്ലി ഒടുക്കാം, അടിച്ചൊതുക്കാമെന്ന് ഇപ്പോഴത്തെ കുറച്ച് SFI DYFIക്കാരെയൊക്കെ അവർ കരുതുന്നുണ്ടെങ്കിൽ അത് വില പോകില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ശരി. കാരണം അവർക്കെതിരായിട്ട് മുഖം നോക്കാതെ ശക്തമായി നടപടി എടുക്കാനായിട്ട് പോലീസിന് കഴിയണം.